70-ാമത്തെ പേജിൽ അവസാന ഭാഗത്തായി അബൂശാമ റഹിമഹുള്ള റജബ് മാസത്തിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് ഹാഫിസ് ഉദ്ധരിച്ച 3-ാമത്തെ ഹദീസ് നമുക്ക് വിവരിച്ചു തരുന്നു. അതും അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിൽ ജന്നത്തി ഐനൻ, സ്വർഗത്തിൽ ഒരു അരുവിയുണ്ട്. ഔ ഖാല നെഹ്റൻ, അല്ലെങ്കിൽ ഒരു പുഴയുണ്ട്. യുഖാലു ലഹു റജബുൻ, ആ പുഴയുടെ പേര് തന്നെ റജബ് എന്നാണ്. മാഉഹു അഹ്ലാ മിനൽ ആസരി, അതിലെ വെള്ളത്തിന് തേനിനേക്കാളും മധുരമാണ്. അബിയദു മിനൽ ലബനി, പാലിനേക്കാളും വെളുപ്പമാണ്. ഫമൻസാമ യൗമൻ മിൻ റജബിൻ, റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് അനുഷ്ഠിച്ചാൽ ശരിബ മിൻ ദാലിക നഹരി, ആ പുഴയിലെ വെള്ളം കുടിക്കാൻ അവന് യോഗ്യത ലഭിക്കും, അവന് ഭാഗ്യം ലഭിക്കും. ഇതാണ് ഈ ഹദീസിന്റെ സാരം. ഖാലൽ ഹാഫിദ് അബുൽ ഖാസിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇൻഫറദ ബിഹി മൻസൂർ മൂസ എന്നവരെ തൊട്ട് മൻസൂർ മാത്രമാണ് അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഉസാമ റഹിമഹുല്ലാഹ് പറയുന്നു, വലഹു ഫീ ഇംറാഉൻ ആഖർ, വേറെയും കുറെ ക്ലാസുകൾ ഈ വിഷയ സംബന്ധമായി ഹാഫിദ് നടത്തിയിട്ടുണ്ട്. ദക്കറ അബുൽ ഖത്താബ് അൽ ഹാഫിദ് ഫീമാ അംബനാ ബിഹി ഫീ കിതാബിഹി, ഹാഫിദ് അബുൽ ഖത്താബ് പറഞ്ഞിട്ടുണ്ട്, വഫീ ഹാദ ശഹരി യാനി ശഹരി റജബിൻ, റജബ് മാസത്തെ സംബന്ധിയായി അഹാദീസു കസീറ, ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മിൻ റിവായത്തി ജമാഅത്തി മിനൽ വാദിഈന, ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്ന്. മിൻഹും, ആ കെട്ടിച്ചമക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് മഅ്മൂൻ ഇബ്നു അഹ്മദ്, റവാഹ അൻ അഹ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ ജുവൈബാരി എന്നവരെ തൊട്ട് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മഅ്മൂനു ഹാദ, ഈ ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന മഅ്മൂൻ ഇബ്നു അഹ്മദ് എന്നവരെ സംബന്ധിച്ച് ഖാലഫിയിൽ ഇമാം അബൂ അബ്ദുല്ലാഹി ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, മഅ്മൂനുൻ ഗൈറു മഅ്മൂൻ, ഈ മഅ്മൂൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാകുന്നു. പേര് മഅ്മൂൻ എന്നാണെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാത്ത അവിശ്വസ്തനാണ് ഈ മഅ്മൂൻ എന്ന്. ദക്കറ അബൂ അബ്ദുല്ലാഹി ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അന്നഹു വളാ മിഅത അൽഫി ഹദീസ്, 100,000-ഓളം ഹദീസുകൾ ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിച്ചമച്ചിട്ടുണ്ട്. കുല്ലുഹാ കദിബുൻ വസൂറുൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവ മുഴുവൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്നതാവുന്നു. ലാസിഖു മിൻഹു ലാ ഫി സ്വലാത്തി ഫി അവ്വലി റജബിൻ വലാ ഫി നിസ്ഫി മിൻഹു വലാ ഫി ആഖിരിഹി വലാ ഫി ആദതി അയ്യാമി മിൻഹു, റജബിന്റെ ആദ്യത്തിലോ പകുതിയിലോ അവസാനത്തിലോ മറ്റ് ഏതെങ്കിലും എണ്ണത്തിലോ ഉള്ള ഒരു നിസ്കാരത്തെ സംബന്ധിച്ചും സഹീഹായ ഹദീസുകളെല്ലാം അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത് മുഴുവൻ കളവുകളാകുന്നു. വകദാലിക ഹദീസുൽ ഉയൂനി വൻ അൻഹാരി, ഇതുപോലെ തന്നെയാണ് സ്വർഗത്തിലുള്ള റജബ് എന്ന നദിയെക്കുറിച്ചും തടാകങ്ങളെ കുറിച്ചൊക്കെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളും. ഹദീസ് മൂസത്തവീലിന്റെ ഹദീസ് പോലെ അനസിൻ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഫിൽ ജന്നത്തി നഹറ യുഖാലു ലഹു റജബുൻ, റജബ് എന്ന് പേരുള്ള ഒരു നദി സ്വർഗത്തിലുണ്ട് എന്ന് നേരത്തെ നാം ഉദ്ധരിച്ച ആ ഹദീസ്. അപ്പൊ മൂസത്തവീൽ, ഈ ഹദീസ് ഉദ്ധരിച്ച മൂസത്തവീൽ എന്ന വ്യക്തി കദ്ദാബുൻ ഇൻദഹും, ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ ധാരാളം കളവ് പറയുന്ന ആളാണ്. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, യർബിയൻ അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഈ മൂസത്തവീൽ ഉദ്ധരിക്കും അശ്യാ മൗദൂഅ, ധാരാളം കെട്ടിച്ചമക്കപ്പെട്ട വിഷയങ്ങളെ, ലാ യഹില്ലു കത്ബുഹ, ആ ഹദീസുകൾ എഴുതാൻ പോലും പറ്റില്ല, അങ്ങനെയുള്ള പച്ചക്കളവുകൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇയാൾ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വകദാലിക ഹദീസു ശഹർ ഇബ്നു ഹൗശബ് അൻ അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ശഹർ ഇബ്നു ഹൗശബ് എന്ന വ്യക്തിയും ഇതുപോലെ ധാരാളം കള്ള ഹദീസുകൾ കെട്ടിച്ചമച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മൻസാമ സാബിയ വൽ 20 മിൻ റജബിൻ, റജബിന്റെ 27 അന്ന് ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ കതബല്ലാഹു ലഹു സിയാമ 60 ശഹ്റൻ, 60 മാസം നോമ്പനുഷ്ഠിച്ച കൂലി അള്ളാഹു അവന് രേഖപ്പെടുത്തും. വഹുവ അവ്വലു യൗമിൻ നസല ജിബ്രീൽ അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബി റിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ റിസാലത്തുമായി ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി ഇറങ്ങിയത് 27-ാം രാവിനായിരുന്നു എന്നൊക്കെ തുടങ്ങിയ ഹദീസ് ഈ ശഹർ ഇബ്നു ഹൗശബ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാകുന്നു. ഖാല അബുൽ ഖത്താബ് പറഞ്ഞിട്ടുണ്ട്, വഹാദ ഹദീസു ലാ യസിഹു, ഈ ഹദീസ് ഒരു നിലക്കും സഹീഹാകാൻ വകുപ്പില്ല. വദക്കറ ബാദുൽ ഖുസ്സാസി, ചില കഥ പറയുന്ന ആളുകൾ, നമ്മുടെ നാട്ടിലൊക്കെ ചില വാഴവീങ്ങൾ, വാഴ് ജനങ്ങളെ ഉപദേശിക്കുക എന്ന പേരിലാണ് അവർ പരിപാടി നടത്തുക. പക്ഷേ കെട്ടിച്ചമച്ചുണ്ടാക്കിയതും അല്ലാത്തതുമായ കുറെ കഥകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പല പ്രസംഗകരെയും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അതുപോലെയുള്ള ചില ഖസ്സാസിയങ്ങൾ പറയാറുണ്ട്, അന്നൽ ഇസ്രാ കാനഫി റജബിൻ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ നടന്നത് റജബ് മാസത്തിലായിരുന്നു എന്ന് ഹദീസിന്റെ നിദാനശാസ്ത്രം അറിയുന്ന ആളുകളുടെ അടുക്കൽ ആ പ്രസ്താവന അഥവാ റജബ് മാസത്തിലാണ് ഇസ്രാ നടന്നത് എന്നത് പച്ച കളവാകുന്നു. ഐനുൽ കദിബി പൂർണ്ണമായും കളവാകുന്നു എന്ന അർത്ഥത്തിലാണ് അബുൽ ഖത്താബ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അബൂ ശാമ റഹിമഹുല്ലാഹ് നമുക്ക് വിവരിച്ചു തരുന്നത്. ഖാലൽ ഇമാം അബൂ ഇസ്ഹാഖ് അൽ ഹർബി ഉസ്രിയ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്രാ ഉണ്ടായത് ലൈലത്ത 27 മിൻ ശഹ്ർ റബീഉൽ അവ്വൽ റബീഉൽ അവ്വൽ മാസത്തിലെ 27-ാം രാവിനായിരുന്നു എന്ന് ഇസ്ഹാഖുൽ ഹർബി പറഞ്ഞിട്ടുണ്ട്. ഖാല وقد ذكرنا ما فيه من الخلاف والاحتجاج في كتابنا المسمى الابتهاج في احاديث الميراج. മിറാജിന്റെ ഹദീസുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന അൽ ഇബ്തിഹാജ് എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയത്തിലുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നാം അവിടെ വിവരിച്ചിട്ടുണ്ട്. വഖാല നസായി അഹ്മദ് ബിൻ അബ്ദുല്ലാഹി അൽ ജൂബാരി കദ്ദാബ്. ഇമാം നസായി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അഹ്മദ് ബിൻ അബ്ദുല്ലാഹ് ഹുവൈബാരി എന്ന് പറയുന്ന ആ വ്യക്തിയും കദ്ദാബുൻ കളവ് പറയുന്ന ആളാകുന്നു. അദ്ദേഹമാണ് റജബിന്റെ മഹത്വം വിവരിക്കാൻ വേണ്ടി ധാരാളം ഹദീസുകൾ കെട്ടിച്ചമച്ചിട്ടുണ്ട് എന്ന് നേരത്തെ നാം വിവരിച്ചത്. അബൂ ശാമ റഹിമഹുല്ലാഹ് പറയുന്നു, ഹാഫിദ് അബുൽ ഖാസിം ഹദീസ് അബീ ഹുറൈറ ഹാദാ ബഅദ തിൽകൽ അഹാദീസ് സലാസ. നേരത്തെ പറഞ്ഞ 3 ഹദീസുകൾക്ക് ശേഷം ഹാഫിദ് അബുൽ ഖാസിം റഹിമഹുല്ലാഹ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉദ്ധരിച്ചു. ഫിൽ മജ്ലിസ് അല്ലദീ അംലാഉ ഫീ ഫദ്ലി റജബിൻ. റജബിന്റെ മഹത്വം വിവരിക്കുന്ന ഹദീസുകൾ വിശദീകരിച്ച ക്ലാസ്. സുമ്മ അൻഷദ അബിയാതൻ ലിനഫ്സിഹി മിൻഹാ. ആ ക്ലാസ്സിൽ അദ്ദേഹം ഉണ്ടാക്കിയ ചില കവിതകളും കൂടി പാടി. يا طالب الشرب في الفردوس من رجب رمتذاك فصم لله في رجب وصل فيه صلاة الراغبين وصم فكل من جد في الطاعات لم يخب. എന്ന് റജബിലെ നിസ്കാരത്തെയും നോമ്പിനെയും ഒക്കെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു കവിതയും ബഹുമാനപ്പെട്ടവർ അവിടെ പാടി. അബൂ ശാമ റഹിമഹുല്ലാഹ് പറയുന്നു, കുന്തു അബുദ്ദു അന്നൽ ഹാഫിദ് റഹിമഹുല്ലാഹ് ലം യഫ്അൽ ദാലിക. ഹാഫിദ് അബുൽ ഖാസിം റഹിമഹുല്ലാഹ് ഇത് ചെയ്യാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്തുകൊണ്ട്? ഈ കവിതയിലൊക്കെ നേരത്തെ പണ്ഡിത ലോകം സ്വീകരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ മുങ്കറായ ഹദീസിലുള്ള വിഷയങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു പാട്ടായി പോയി ഇത്. കളവാണെന്ന് പണ്ഡിത ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉദ്ധരിക്കുന്നതിനേക്കാളൊക്കെ വിട്ടുനിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഹദീസിൽ ഉദ്ധരിക്കുന്ന ചില ആളുകളുടെ പതിവ് പോലെ അദ്ദേഹം മുന്നോട്ട് പോയി. എന്താണ് ആ ഹദീസ് ഉദ്ധരിക്കുന്ന ആളുകളുടെ സ്വഭാവം? ഇതുപോലെയുള്ള ചില കർമ്മങ്ങളുടെ മഹത്വം വിശദീകരിക്കുന്ന ഹദീസുകൾ വിവരിക്കുമ്പോൾ അവർ ലാഘവത്വം കാണിക്കും. വഹാദ കർമ്മങ്ങളുടെ മഹത്വം വിവരിക്കുന്ന ഹദീസുകൾ അതിന്റെ സനദുകളോ അത് ഉദ്ധരിച്ച ആളുകളെ കുറിച്ചോ പരിഗണിക്കാതെ ഹദീസ് വിവരിക്കുന്ന പരിപാടി ഇന്ദൽ മുഹഖ്ഖിഖീന മിൻ അഹ്ലിൽ ഹദീസ് വ ഇന്ദ ഉലമാഇൽ ഉസൂലി വൽ ഫിഖ്ഹ്, ഫിഖ്ഹിന്റെയും നിദാന ശാസ്ത്രത്തിന്റെയും ഹദീസ് പണ്ഡിതന്മാരുടെയും ഒക്കെ അടുക്കൽ ഖതഉൻ അതൊരു തെറ്റായ പ്രവണതയാണ്. ബൽ എന്നല്ല യംബഗി അൻ യുബയ്യിന അംറഹു ഇൻ അലിമ ദാലിക. ഈ ഹദീസിന്റെ ശരിയായ നിജസ്ഥിതി അറിയുന്ന ആളാണെങ്കിൽ ആ ഹദീസ് പറഞ്ഞ ഉടനെ തന്നെ അതിന്റെ സത്യാവസ്ഥ ആളുകൾക്ക് വിവരിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അത് സ്വീകരിക്കാൻ പറ്റാത്ത കള്ള ഹദീസുകളാണ് എന്ന് വിവരിക്കാതെ അത്തരം ഹദീസ് വിവരിക്കാൻ പാടില്ല. ഇല്ല, അങ്ങനെ വിവരിക്കാതെ ഹദീസുകൾ ഉദ്ധരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ കൂട്ടത്തിൽ ആളുകൾ പെട്ടുപോകും. ഏതാണ് ആ മുന്നറിയിപ്പ്? മൻ ഹദ്ദസ അന്നി ബി ഹദീസിൻ, എന്നെ തൊട്ട് ആരെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിച്ചു യുറാ അന്നഹു കദിബുൻ, അത് കളവാണെന്ന് ആളുകൾക്ക് അഭിപ്രായമുണ്ട്, അങ്ങനെയുള്ള ഒരു ഹദീസ് ആരെങ്കിലും ഉദ്ധരിച്ചാൽ ഫഹുവ ഹദുൽ കാദിബീന, ആ ഹദീസ് കളവാണെന്ന് വിവരിക്കാൻ വേണ്ടി അല്ലാതെ ഹദീസ് ആരെങ്കിലും ഉദ്ധരിച്ചാൽ ആ ഉദ്ധരിക്കുന്ന ആളുകളും ഈ കാദിബീങ്ങളിൽ കളവ് പറയുന്നവരിൽപ്പെട്ടവരാണ്. അവർക്കും അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ നരകത്തിലെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവരും പെട്ടുപോകും എന്ന് അബൂ ശാമ റഹിമഹുല്ലാഹു നമുക്കിവിടെ വിവരിച്ചു തരുന്നു. ഇത്തരം കള്ള ഹദീസുകളാണ് സോഷ്യൽ മീഡിയയിലൂടെയും മുറിവല്ലമാരായ ചില ആളുകളുടെയും നാവിലൂടെയും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നത് അവരവർക്ക് നല്ലത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ